എന്നാണാവോ ഈ ഗുളിക കൂടിന്നൊക്കെ ഒന്ന് ഒരു മോചനം ഉണ്ടാവുക. ഇജ് വന്നാ? എന്തത്ര നേരം വൈകി വരാന്? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞാ കറങ്ങി തിരിയാതെ ഇങ്ങോട്ട് നേരത്തെ ഇങ്ങോട്ട് പോന്നൂടെ? ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ക്ലാസ് ഒക്കെ എടുക്കുക. അതൊന്നും എനിക്കറിയില്ല, സാറുമാരോട് ചോദിച്ചു നോക്കണം. അതെന്തിനാ ഇപ്പൊ നിങ്ങളറിയണത്? പഠിക്കണ കുട്ടികളാവുമ്പോഴേ കുറച്ച് നേരം വൈകിട്ടൊക്കെ വന്നൂന്ന് വരും. അതിന് ഓളോട് ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നും ഇല്ല. ഞാൻ ഓളോട് ചോദിച്ചു എന്നല്ലേ ഉള്ളൂ. അതിന്റെ ഇത്രത്തോനെ പറയാൻ മാത്രം ഇപ്പൊ എന്താ ഞാൻ ഓളോട് പറഞ്ഞത്? ചോദിക്കണ്ട. എന്നെ നിങ്ങക്ക് നിങ്ങളെ പുന്നാര പേരക്കുട്ടി ഉണ്ടല്ലോ, ഓളെ കാര്യം മാത്രം നോക്കിയാ മതി. എന്റെ മകളെ കാര്യം നോക്കാനേ ഇക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ നോക്കന്നെ വേണ്ട. ഇജ്ജ് പോയിട്ട് ഡ്രസ്സ് അയച്ചിട്ടാ? ഡ്രസ്സൊക്കെ അയച്ചിടാ. അതിന്റെ മുന്നൊക്കെ എന്തെങ്കിലും തിന്നാൻ കാട്ടിക്കാണ് എനിക്ക് പൈച്ചിട്ട് നിക്കാൻ വെച്ചാ. ഇങ്ങനെ പൈസ മാത്രം എന്താ? ഇജ്ജിന്ന് ക്യാൻറ്റീനിൽ നിന്നൊന്നും വാങ്ങി തിന്നിട്ടൊന്നുമില്ലേ? അവിടുന്ന് തിന്നാൻ എന്റെ അടുത്ത് പൈസ ഉണ്ടായിരുന്നോ? എന്താ എന്റെ വാപ്പന്ന് നമുക്ക് പൈസ ഒന്നും തന്നിട്ടില്ല? ഞാൻ അയാളോട് പറഞ്ഞതാണല്ലോ രാവിലെ അനക്ക് എന്തെങ്കിലും തരാനൊക്കെ. ഇക്കൊന്നും ആരും തന്നിട്ടൊന്നുമില്ല. അല്ലെങ്കിലും എന്റെ കാര്യം ഇപ്പൊ നോക്കാനൊന്നും ആർക്കും വയ്യല്ലോ. അതെങ്ങനെ തരിക? വാപ്പാന്റെ പുന്നാര മകൾക്ക് കൊടുക്കണ്ടല്ലേതും. അപ്പൊ പിന്നെ അന്നെ ഓർമ്മ ഉണ്ടാവൂലല്ലോ. ആ പണ്ടാറ എന്നീ പേരന്റെ ഉള്ളിൽ കാലെടുത്ത് കുത്തിയോ അന്ന് തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങളൊക്കെ. ഇപ്പൊ എന്റെ വാപ്പാക്ക് ഇപ്പൊ അന്യം വേണ്ട ഇന്നിയും വേണ്ടാതയ്ക്കുന്നു. ഓന്റെ അടുത്ത് പൈസ ഉണ്ടാവൂല. ഇജ് എന്തിനാ ഇങ്ങനെ ആ കുട്ടീനെ എങ്ങനെ പറയണത്? എല്ലേതും ഓളം മേത്തൊക്കെ എന്തിനാ ഇടുന്നത്? ഓന്റെ അടുത്ത് ചിലപ്പോ ഓൾക്ക് കൊടുക്കാൻ പൈസ ഉണ്ടായിട്ടുണ്ടാവൂല. അതേ കാര്യം ഓൻ കൊടുക്കാത്തത്. ഒക്കെ അതിന്റെ മേത്തേക്ക് ഇടരുതിട്ടജ്. നിങ്ങൾ വല്ലാതെ നിങ്ങളെ പേരക്കുട്ടീനെ സപ്പോർട്ട് ചെയ്ത് നിക്കൊന്നും വേണ്ട. കിട്ടണ വെള്ളം കുടിച്ചിങ്ങാണ്ട് ഒരു മൂലക്ക് ഇരിക്കുക നിങ്ങൾക്ക് നല്ലത്. അല്ല ഇവിടെ ഇരുന്ന് ചിലക്കാനാണ് ഭാവുന്നുണ്ടെങ്കിലേ ഇന്ത്യക്ക് തുള്ളി വെള്ളം പോലും നിങ്ങൾക്ക് കിട്ടൂല. ഓർത്ത നന്നു. ഇജ്ജ് പോയിട്ട് ഡ്രസ്സ് അയച്ചിടാ നോക്കടി. ഞാൻ വരാം. എന്റെ ജീവൻ പോയി കഴിഞ്ഞാൽ എന്റെ കുട്ടിക്ക് ആരാ ഉണ്ടാവുക റബ്ബേ? ആരും ഉണ്ടാവൂല നിങ്ങളെ ജീവൻ പോയി കഴിഞ്ഞാല്. നിങ്ങളൊന്ന് ജീവൻ പോയി കിട്ടിയാ മതി. അത്രയും സമാധാനം പോയിട്ടുണ്ടെങ്കിൽ. പാണ്ടാറങ്ങള്. എന്റെ ജീവൻ പോണതിന്റെ മുന്നേ എന്റെ കുട്ടിനെ ഒരു കരക്ക് എത്തിക്കണം കുറച്ചോനെ. അല്ലെങ്കിൽ അതിന്റെ കാര്യം കണ്ടോരുണ്ടാവൂല. ഇപ്പൊ തന്നെ ഞാൻ ഉണ്ടാവുമ്പോ തന്നെ അതിനെ ഇങ്ങനെ ഇട്ട് കാട്ടണോളൂ. ഇത്തിരി ചൂടാ. ഈ വന്നോ? എന്നോട് ആരെങ്കിലും ചോദിച്ചീന്നാ എന്നെ പറ്റിയിട്ട്? സാറുമാരാരെങ്കിലും? എന്നെ പറ്റിയിട്ട് എന്തിനാ സാറുമാര് ചോദിക്കണത്? അതൊക്കെ പഠിപ്പുള്ള കുട്ടികൾ മുടങ്ങിയാലുള്ളൂ സാറുമാര് ചോദിക്കുക. ഈ പഠിപ്പില്ലാത്ത ഇജൊക്കെ മുടങ്ങിയ ഓർക്ക് ഇപ്പൊ എന്താ ചോദിക്കാൻ നിക്കണു? ഇത് ഏതാടി കമ്മല്? നല്ല രസമുണ്ടല്ലോ. ഈ രാവിലെ പോകുമ്പോ ഇതല്ലല്ലോ ഇട്ടീന്നത്. ഇതേതാ? അതെന്റെ ഫ്രണ്ടിന്റെയാണ്. എല്ലേതും അനക്കറിയണോ? ഇതെന്തിനാ അതൊക്കെ നോക്കണത്? അനക്ക് എന്റെ കാര്യം നോക്കിയാ പോരെ, ഈ എന്തിനാ ഇന്റെ കാര്യം നോക്കണത്? ശരി,
വല്ലാത്തൊരു കഷ്ടാണ്. വീട്ടുകൾ കേറി വന്ന പിന്നെ എന്റെ മോന്ത കാണണം. മനുഷ്യന് പിരാന്ത അവനൊടങ്ങിയിരിക്കും. അന്നോട് മടക്കി വെക്കാൻ പറഞ്ഞതല്ലമ്മ, വേഗം മടക്കി വെച്ചൂട് കേട്ടോ. എന്നിട്ട് മതി വേറുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കലൊക്കെ. ഇന്നലെ കൊടുന്ന് വെച്ച സാധനാണ്. ഓൾക്ക് ഈ നേരം വരെ ഒന്നും ഉണ്ടാക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇനിയിപ്പോ ആരായിക്ക് ഫോൺ വിളിക്കണത്? ഹലോ ഖദീജ, പറയടി. എപ്പളാ വരുന്നേ? നാളെ രാവിലെ. ഇജെന്തായാലും വിളിച്ചാ നന്നായുള്ളൂ. മുണ്ടാതെ വന്നിട്ടുണ്ടെങ്കിലോ ഒരു സാധനവും ഇല്ല ഇവിടെ. ഓ ഏതായാലും ഗൾഫിന്ന് വന്നതല്ലേ, അപ്പൊ ഓനക്കൊന്നും കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ. ഇജ്ജ് പൊയ്ക്കജ അവിടുന്ന്. ഓൻ വരുമ്പോ ഒന്നുമില്ലാതൊന്നും പറ്റൂല. പെണ്ണ് ഇവിടെ ഉണ്ട്. ഇല്ല, ഓൾക്ക് നാളെ ക്ലാസ് ഒന്നുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞയക്കണില്ല നാളെ. നിങ്ങള് വരുണ്ടു നേരത്തെ. ആരൊക്കെ ഉണ്ടാവും? ഒലപ്പ ഉണ്ടാവൂലേ? ആ ആ പണികളൊക്കെ കഴിയുന്നതാ. കൂട്ടാൻ ഇപ്പൊ എന്താ, കൂനി ഉണ്ടായിരുന്നു ഇന്നലെ കൊടുന്നേച്ച. അപ്പൊ അതൊന്നും ഉണ്ടാക്കട്ടെ വെച്ചിട്ട് നിക്കേന്ന് ഞാന്. ആ അന്റെ പണികളൊക്കെ കഴിഞ്ഞാ? എന്നിട്ട് ചെക്കനെവിടെ? അതല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ, ഓൽക്കൊന്നും പെരേല് ഇരിക്കാൻ തന്നെ നേരം ഉണ്ടാവൂല. എന്തായാലും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഒക്കെ ശരിയായിക്കോളും. പെണ്ണോ? വന്നിട്ടില്ലേ? അപ്പൊ എപ്പളാ വരിക? അമ്മ ഇവിടെ ഉണ്ട്. അതിന്റെ കാര്യൊന്നും പറയാതിരിക്കാ നല്ലത്. ആയിക്കോട്ടെ, എന്നു വായോ എന്നാല്. ശരി ശരി, ആയിക്കോട്ടെ. ആ നാളെ വരുന്നുണ്ടല്ലോ. ഇനിയിപ്പോ ചായക്കടിക്കൊന്നും ഒന്നും ഇല്ലേനു, ഒക്കെ കൊണ്ടിക്കണം. റൂബിയേ, റൂബിയേ, റൂബിയേ. അത് വരുന്നിമ്മ. എന്തമ്മ? പിന്നെ നാളെ ഷാഫി വരുന്നുണ്ട് അത്ര കണ്ട്. ഏത് ഷാഫി? അനക്ക് എന്റെ എളാമാന്റെ മകൻ ഷാഫിനെ എനിക്ക് അറിയില്ല. ഓല മോനോ? എന്തിനാ പോലിന്നെ കാണാൻ വരുന്നത്? എന്നെ പെണ്ണ് കാണാൻ വരിക, അല്ല അപ്പൊ എന്തിനാ ഓല് വരുന്നത്? ഓനക്കിപ്പൊ പെണ്ണ് നോക്കുന്നുണ്ട്. അപ്പൊ കൊറേ മുന്നേ തന്നെ എന്നോട് പറഞ്ഞിരുന്നു എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന്. അപ്പൊ പോല് നാളെ പെണ്ണ് കാണാനിച്ചിട്ട് വരുന്നുണ്ട് അത്ര. പെണ്ണ് കാണാനോ? ഇക്കിപ്പൊ കല്യാണം ഒന്നും വേണ്ട, ഞാൻ പഠിക്കണു. എടി പൊട്ടത്തിയെ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലേ എന്നെ പഠിപ്പിക്കും. ഇജെന്താ വിചാരിച്ചത്? ഓന്റെ അടുത്തേ പൂത്ത പൈസയാണ്. അത് കണ്ടിട്ട് തന്നെ അമ്മ ഈ കല്യാണത്തിന് നിക്കണത്. നക്കിപ്പിന് ഗതി ഇല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഓനെ കൊണ്ടൊക്കെ പെണ്ണിട്ടിച്ചു. അതും ഇന്റെ അഞ്ചത്തിനോടുക്ക്. പിന്നെ എന്റെ സ്വഭാവം ഇക്ക് നന്നായിട്ട് അറിയണോണ്ട് നിന്ന് പോരാനക്ക്. ഓൻ എന്നെ പഠിപ്പിക്കും ചെയ്യും. എന്റെ പഠിപ്പ് കഴിഞ്ഞാല് അനക്ക് ഓന്റെ പിന്നാലെ ഗൾഫിക്ക് പോവും ചെയ്യാം. അതാണ് ഇപ്പൊ എന്റെ മനസ്സിലുള്ളത്.
അന്നെ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എത്ര ഉറുപ്പ്യ ചെലവാണെന്ന് അറിയോ? അന്റെ ഈ നക്കിപ്പിന് ഗതിയില്ലാത്ത അന്റെ വാപ്പാന്റെ അടുത്തുണ്ട് അന്നെ പഠിപ്പിക്കാന്. ഇവനാവുമ്പോ അന്നെ പഠിപ്പിച്ചോളും. ഇജെന്താ ആലോചിക്കണത്? അല്ല പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പിന്നൊക്കെ സമ്മതാണ്. നിനക്ക് പഠിക്കണം, അതിന് വേണ്ടിട്ടേന്നു. തൽക്കാലേ ഇപ്പത് അന്റെ വല്യമ്മയും പിന്നെ ഓളൊന്നും അറിയണ്ട. ഓല് വരുമ്പോ അറിഞ്ഞാ മതി. അന്റെ വാപ്പാനോടൊന്ന് പറഞ്ഞിടാ, എന്തേലൊക്കെ ചായക്കടിക്കൊക്കെ കൊണ്ടണ്ടേ, അതിന് വേണ്ടിട്ട് പറയാണ്. ഞാനായിട്ട് ആരോടും പറയണൊന്നുമില്ല, ഇനി ഇമ്മായിട്ട് ആരോടും പറയാതിരുന്നാ മതി. ഞാൻ പറയണൊന്നുമില്ല. എന്തായാലും ഈ കല്യാണം നടന്നു കഴിഞ്ഞാലേ അനക്ക് നല്ല ഭാഗ്യാണ് മോളെ. അന്നെ ഓനെ പൊന്നോണ്ട് മൂടും. അത്ര സ്വത്താണ് ഓൽക്ക്. പെണ്ണിന് സമ്മതക്കുറവൊന്നുമില്ല. നീ തന്തന്റെ സമ്മതം കൂടി കിട്ടണം. അല്ലെ ഇപ്പൊ എന്തിനാ തന്തന്റെ സമ്മതല്ലേ, എന്റെ മകളല്ലേ, ഇപ്പൊക്കെ ഇഷ്ടമുള്ളവരെ കൊണ്ട് കെട്ടിച്ചൂടെ. എന്താ പിന്നെ ഓരോട് പറയാ? നല്ല സ്വത്തും സമ്പത്തും ഉള്ള ആളെ കല്യാണം ഉണ്ടാവുമ്പോ പിന്നെ എന്തിനാ ഞാൻ ഒരു പണിയില്ലാത്തവന്റെ പിന്നാലെ നടക്കണത്? എന്താ ഓനോട് പറയാ? എന്തേലും പറഞ്ഞ് ഒഴിവാക്കണല്ലോ. ഇതിപ്പോ നല്ല കല്യാണാലോചനയാണ് വന്നിക്കണത്. ഗൾഫിലല്ലേ, പിന്നെ പഠിത്തം കഴിഞ്ഞവന്നെ ഗൾഫൊക്കെ കൊണ്ടുപോവും ചെയ്യല്ലോ. എന്തേലൊക്കെ പറയാൻ ഇപ്പൊ ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞാല് ഉമ്മൊക്കെ കേക്കും. പുറത്തേക്ക് പോവാം. ആരെങ്കിലും വരുവാണാവോ? പെരേന്നാണ് ഈ ഫോൺ വിളിക്കാനും പേടിയാണ്. ഹലോ, ഞാൻ പെരേന്നാ വിളിക്കണത്. അതൊക്കെ പറ്റി, ഞാൻ ഇവിടെ പുറത്തിറങ്ങിയിട്ടാ ഫോൺ വിളിക്കണ്. ഞാൻ ഇപ്പൊ എത്തിയിട്ടുള്ളൂ. അതെന്നെ പറഞ്ഞു. വല്യമ്മ ചോദിച്ച് എവിടെയായിരുന്നു എന്തേന്നു എന്നൊക്കെ. ആകെ പെട്ടുന്ന് പറയാലോ. പിന്നെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒഴിഞ്ഞു മാറി. പിന്നെ വല്യമ്മ ഒക്കെ എന്നെ എന്തേലും പറയുമ്പോ ഇമ്മ എനിക്ക് സപ്പോർട്ടായിട്ട് നിക്കണുണ്ട്. അന്നായിട്ടുള്ള ബന്ധം ഞാൻ ഇപ്പൊ പറഞ്ഞു എന്റെ പെരേല്. ഇക്കാണെങ്കിൽ കല്യാണം ആലോചിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരാളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ്. അപ്പൊ അനക്ക് ജോലി ഉണ്ടോ കൂലി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ജോലി നോക്കണുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഒരു പറഞ്ഞു ഈ കല്യാണം നടക്കൂലായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഓണത്തിന്റെ കല്യാണം കേൾക്കുള്ളൂ പറഞ്ഞു. പക്ഷെ ഓലിക്ക് സമ്മതല്ലേ. ഞാൻ വാശി പിടിച്ചിട്ട് ഓരൊന്നും കേൾക്കണില്ല. ഓല് പറഞ്ഞെന്താ വെച്ചാല് ഈ ഞോനെ കല്യാണം കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്നാ പറഞ്ഞത്. ഇനി എന്താ ചെയ്യ, ഈ കല്യാണം നടക്കൂല. എന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കണത്ര. നാളെ എന്നെ കാണാനും വരും. എന്താ ചെയ്യാന്ന് എനിക്ക് അറിയൂല. ഒളിച്ചോടേ? ഒളിച്ചോടാനൊന്നും ഞാനില്ല. അങ്ങനത്തെ രീതിക്കൊന്നും കല്യാണത്തിനൊന്നും ഞാനില്ല. ഒളിച്ചോടി കഴിഞ്ഞാൽ എന്റെ വാപ്പയും ഉമ്മാനൊക്കെ ഒഴിവാക്കേണ്ടി വരും. ഓലാരും പിന്നെ എന്നെ പെരേല് പോലും കേറ്റൂല. നമുക്ക് ഈ ബന്ധം വേണ്ട. ഞാൻ അന്നെ തേച്ചതൊന്നുമല്ല. എനിക്ക് എന്റെ വാപ്പയും ഉമ്മയും പറഞ്ഞതാ വലുത്. എന്ത് ഇജ്ജ് ഒരു 10-50 ഉറുപ്പിന്റെ സാധനങ്ങൾ വാങ്ങി തന്നിക്കണെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേണമെങ്കിൽ അതൊക്കെ തിരിച്ചു തരാം. നോക്ക്, ഞാൻ പറയുന്ന കേക്ക്. എന്റെ ഉപ്പാക്കും ഉമ്മാക്കും എന്നെ ഇഷ്ടമില്ലാത്തോണ്ടാണ്, അല്ലാതെ എനിക്ക് ഇഷ്ടമില്ലായിട്ടൊന്നുമല്ല. ഒളിച്ചോടാനാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പറ്റൂല. എനിക്ക് എല്ലാരും വേണം. ഉമ്മ വിളിക്കണ്ട്. എന്നാ ശരി. എന്നാ ഇനി ഇതിക്ക് വിളിക്കരുത് കേട്ടോ, ഈ ഫോണക്ക്. സമാധാനം. ഓനെ കെട്ടണ്ടിരുന്നില്ല. ഇവിടെ വലിയ പൈസക്കാര് വന്ന് നോക്കുമ്പോളാ അപ്പൊ ഞാനെ കല്യാണം കേൾക്കല്. നാക്ക് പിന്നെ ഗതിയില്ല. ഒരു 10-50 ഉറുപ്പിന്റെ കമ്മലും കുറച്ച് റീചാർജും ചെയ്തെന്നൊക്കെ ആയിന്ന അവന്റെ വിചാരം.